കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിവന്ന സമരപരമ്പരയുടെ തുടർച്ചയായാണ് SFI ഇന്നും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. താൽക്കാലിക VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ നിരന്തരം വിദ്യാർത്ഥി വിരുദ്ധ നിലപാട് സ്വീകരിക്കുകയാണ്. സർവകലാശാലയിൽ കെട്ടിക്കിടക്കുന്നത് 2500-ലധികം ഫയലുകളാണ്. സർവകലാശാലയെ ഭരണസ്തംഭനത്തിലാക്കിയ VC രാജിവെച്ച് പുറത്തുപോകണമെന്നാവശ്യപ്പെട്ടാണ് SFI ഇന്ന് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സർവകലാശാലകളെ കീഴടക്കിയാൽ തലച്ചോറുകളെ കീഴടക്കാമെന്ന തന്ത്രം RSS കേരളത്തിൽ പ്രയോഗിക്കുകയാണ്. ഞങ്ങൾ ഒരു സരമാരി പോലെ കേരളത്തിലെമ്പാടുമുള്ള സർവകലാശാലയിൽ ഇന്നും ഇന്നലെയും മെനഞ്ഞാന്നും അതിൻ്റെ തലേന്നും ഇങ്ങനെ ഓരോ ഘട്ടത്തിലും കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുകളിലായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമരങ്ങളൊക്കെയും ഈ നാട്ടിലെ വിദ്യാർത്ഥികളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. താൽക്കാലിക VCയാണ്. RSSന് വേണ്ടി വിടുപണി അവസാനിപ്പിക്കണമെന്നാണ്. അല്ലാതെ അദ്ദേഹത്തെ ഘട്ടത്തിലും SFI അപായപ്പെടുത്തുമെന്നോ ഭീഷണിപ്പെടുത്തിയിട്ടോ ഒരു ഘട്ടത്തിൽ പോലും ഒരു പ്രവർത്തകൻ പോലും പ്രസ്താവന നടത്തിയിട്ടില്ല. KSU അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ സമരരംഗത്ത് ഇറങ്ങാത്തതിന് പിന്നിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനാണെന്നും PS സഞ്ജീവ് ചൂണ്ടിക്കാട്ടി. പറവൂർ സീറ്റ് എന്ന ഒറ്റ കാരണത്താൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ചില വർഗീയ വോട്ടുകൾക്ക് അതിനാണോ കേരളം എന്ന ഈ മണ്ണിനെ ഒറ്റുകൊടുക്കാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഈ നിലപാടെടുക്കുന്നത് എന്ന് ചോദിച്ചു പോവുകയാണ്. എന്നിട്ട് ഞങ്ങളെ ഒരു അപഹസിക്കലും. വിദ്യാർത്ഥി പക്ഷത്ത് നിന്ന് പ്രവർത്തിക്കുന്നത് SFI മാത്രമാണെന്നും മാധ്യമങ്ങൾ മുതലാളിത്ത താൽപര്യങ്ങൾക്ക് വഴങ്ങരുതെന്നും സഞ്ജീവ് പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണം അവസാനിക്കും വരെ സമരരംഗത്ത് ഉണ്ടാകുമെന്നും SFI സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.